കാസർഗോഡ് നഗരത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വലിയ അപകടമാണ് ഉണ്ടായത്. ഒരു ബസ്സിന് മുൻഭാഗമാകെയും തകർന്നു പോയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ തന്നെ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തകർന്നിട്ടുണ്ട് ബസ്സിന്റെ മുൻഭാഗം. രണ്ടു ബസ്സുകൾ തമ്മിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ടുണ്ട്. സാരംഗ്, ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ അപകടമാണെന്നാണ് മനസ്സിലാകുന്നത്. പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്? എങ്ങനെയാണ് അപകടമുണ്ടായത്? ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച് സ്വകാര്യ ബസ്സും കാസർഗോഡ് നിന്ന് മധൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും മധൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് വരുന്ന ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത്. ടൂറിസ്റ്റ് ബസ്സിന്റെ ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് 15ഓളം ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ സ്വകാര്യ ബസ്സിന്റെ ഡ്രൈവറിന് കാലിന് ഗുരുതരമായ പരിക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുന്നേ ഉള്ളൂ. എന്തായാലും ബസ്സുകൾ അമിത വേഗതയിലായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വലിയ ഒരു അപകടം ഉണ്ടായിട്ടും ആളുകൾക്ക് വലിയ തോതിലുള്ള പരിക്കുകളൊന്നും തന്നെ ഏൽക്കാതെ പോയത്. ടൂറിസ്റ്റ് ബസ് വന്ന് സ്വകാര്യ ബസ്സിന് മുകളിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആകെ തകർന്നു പോയിരിക്കുന്നു. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ളതാണ് സാരംഗ് നൽകുന്ന റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും ബസ്സിന്റെ ഡ്രൈവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പരിക്കും സാരമുള്ളതാകാനുള്ളൊരു സാധ്യത ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാസർഗോട്ടാണ് സംഭവം. വൈകിട്ടോടെ 3:30 ഒരു മണിക്കൂറിന് മുൻപാണ് ഈ അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു.